സുഹൃത്തുക്കളെ കണ്ടില്ലേ, നട്ടനടാര വെയിലാണ് ഇന്ന് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഒരു വീഡിയോ കാണേണ്ടത്. അതിങ്ങനെയാണ്. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. ഇവര് സർക്കാർ പൈസ എന്റെ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഒരു ചെറിയ പ്രളയം നമ്മുടെ നാട്ടിലുണ്ടായ സമയത്തുണ്ടായൊരു വീഡിയോ ആണ്. വെള്ളം കയറിയ വീട്ടുകാർക്ക് മുഴുവൻ 10,000 രൂപ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ബിനീഷ് കൊടിയേരിയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അതിങ്ങനെയാണ്: സർക്കാരിന്റെ ക്രൂരമായ നടപടി എന്നാണ്. സർക്കാരിന്റെ ക്രൂരമായ നടപടി എന്താണത്? സർവ്വതും നഷ്ടപ്പെട്ട് പെരുവഴിയിലായ ദുരന്തബാധിതരെ ദ്രോഹിക്കുന്ന UDF സർക്കാരിന്റെ വഞ്ചന എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപയുടെ ധനസഹായം വെറും ജലരേഖയായി മാറി. ജലരേഖയായി മാറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് കിട്ടാൻ പോണില്ല എന്നർത്ഥം. വേണമെങ്കിൽ അതിന്റെ ഒരു പോസ്റ്റ് എന്തായാലും ബിനീഷ് കൊടിയേരി പോസ്റ്റ് ഇട്ടതുകൊണ്ട് യാഥാർത്ഥ്യമുള്ളതായിരിക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാലൊക്കെ വാർത്തയിൽ വരും, നമുക്ക് വിചാരിക്കാം. സർക്കാരിന്റെ ക്രൂരമായ നടപടിയാണ്. 10,000 രൂപയുടെ ധനസഹായം വെറും ജലരേഖയായിട്ട് മാറി. ഇത് അന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞായിരുന്നു, ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കത്തില്ല. ഇത് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനമായി കാണിച്ചു തരാം. സർവ്വതും നഷ്ടപ്പെട്ട് പെരുവഴിയിലായ ദുരന്തബാധിതരോട് എന്താണ് UDF സർക്കാരിന്റെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ നടപടി തുടരുന്നു. കാലവർഷക്കെടുതിയിൽ വീടുകൾ വെള്ളം കയറി സർവനാശം സംഭവിച്ചവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം പ്രാപിച്ചവർക്കും വീട് വൃത്തിയാക്കാൻ പ്രഖ്യാപിച്ച 10,000 രൂപയുടെ ധനസഹായം വെറും ജലരേഖയായി മാറി. അടിയന്തര സഹായം ഏറ്റവും ആവശ്യമുള്ള ഈ പ്രതിസംഘട്ടങ്ങളിൽ ഇതുപോലും ഒരാൾക്ക് പോലും ഈ തുക കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറയുന്നത്, ഇത് എങ്ങാനും ആ നാട്ടുകാർ കാണുന്നുണ്ട് എങ്കിൽ, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ വളരെ കുറച്ച് ആൾക്കാർ കാണാറില്ല, എങ്കിലും ആ നാട്ടുകാർ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പറ, ആർക്കെങ്കിലും 10,000 രൂപ വെച്ച് കിട്ടിയായിരുന്നോ? എത്ര വേണമെങ്കിലും പൈസ ചെലവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ആളുകളോട്, കളക്ടറോടും മറ്റുമെന്നാണ് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഗംഭീരമായിട്ട് പ്രസംഗിച്ചത്. ഈ ഒരു 10,000 ഉറുപ്പിയെങ്കിലും നിങ്ങൾക്ക് വീട് നേരാക്കാൻ വേണ്ടിയിട്ട്, ആ ചളിയും മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കിട്ടിയിരുന്നോ? റേഷൻ കാർഡ് ഒന്നിന് 10,000 രൂപ നൽകുമെന്ന ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ളതായിരുന്നു. ക്യാമ്പുകളിൽ താമസിക്കാത്തവർക്കും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഹായം ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ നടപ്പിലാക്കാൻ യാതൊരു വ്യവസ്ഥയും ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞാൽ പോരാ, വാക്കാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ട് പോയാൽ പോരാ, അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം, അത് എഴുതി കൊടുക്കണം എന്നർത്ഥം. അതില്ല. എന്തായാലും വെള്ളം കയറിയ വീടുകൾ സന്ദർശിച്ച് റിപ്പോർട്ട് നൽകേണ്ട വില്ലേജ് ഓഫീസർമാർക്ക് കൃത്യമായ ഒരു നിർദ്ദേശമോ സമയക്രമമോ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അപേക്ഷ സ്വീകരിക്കാനുള്ള ഒരു ഫോം പോലും തയ്യാറാക്കാൻ കഴിവില്ലാത്ത തികച്ചും നിരുത്തരവാദപരമായ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. നാട്ടുകാർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവും. ചിരിക്കുന്ന ഒരാൾ മതി എന്നൊക്കെ പറഞ്ഞിട്ടേ വോട്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഇപ്പൊ ഭയങ്കരധികം സന്തോഷം ഉണ്ടായിരിക്കും. എനിക്ക് സന്തോഷമാണ്. എനിക്കല്ലട്ടെ, ഞങ്ങൾക്ക്, എന്നെ പോലെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ കേരളത്തിലെ. നിങ്ങൾ കുടുങ്ങും മക്കളെ കുടുങ്ങും എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ ആഹാ അടിപൊളി പൊളി എന്ന് പറയുന്നൊരു സന്തോഷം കിട്ടും. കാരണം പറഞ്ഞ് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താണ്, കണ്ടാൽ മനസ്സിലാക്കാത്തവൻ കൊണ്ടാൽ മനസ്സിലാക്കും, അങ്ങനെയൊക്കെ പറയുന്നൊരു വാക്കൊക്കെ ഉണ്ടല്ലോ, അതേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി വായിക്കാം. 2018 മഹാപ്രളയത്തിന് ശേഷം ഇതേപോലെ 10,000 രൂപ നൽകിയത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള 6,200 രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള 3,800 രൂപയും ചേർത്തായിരുന്നു. ഏത് അക്കൗണ്ടിൽ നിന്നാണ് അനുവദിക്കേണ്ടതെന്ന് പോലും ഉത്തരവിൽ വ്യക്തമാക്കാൻ വകുപ്പുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അക്കാരണത്താൽ ഫണ്ട് കൈമാറാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് കളക്ടർമാർ തന്നെ തുറന്നു പറയുമ്പോൾ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ നേർചിത്രമാണ് പുറത്തു വരുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഇത് വാർത്തയാക്കേണ്ട സംഭവമാണ്. വൻചതി. പുറമ്പോക്കിൽ താമസിക്കുന്ന പാവപ്പെട്ടവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് സർക്കാർ ഉത്തരവിൽ ഒരു അക്ഷരവും ഉണ്ടെന്നില്ല. റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ട്, ഏറ്റവും താഴെ തട്ടിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുണ്ട്, എല്ലാ വസ്തുവകകളും നഷ്ടപ്പെട്ട ആളുകളുണ്ട്, വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇവർക്കൊന്നും
ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നല്ല, ഇനി കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓരോ കുടുംബത്തിനും 2 മുതിർന്ന വ്യക്തികൾക്ക് ദിവസം 300 രൂപ വീതം 7 ദിവസത്തേക്ക് നൽകുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇതും പ്രഹസനം. ഈ ദുരന്തബാധിതരെ അപഹസിക്കുന്ന തരത്തിലുള്ള ഈ തുക ആര് എങ്ങനെ വിതരണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലാതെ സർക്കാർ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് എന്നാണ് ബിനീഷ് കൊടിയേരി എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, എന്തൊരവസ്ഥ ആലോചിച്ച് നോക്കി. ആ പ്രഖ്യാപനങ്ങളൊക്കെ കാണുമ്പോഴുള്ള കയ്യടികൾ എന്തായിരുന്നു അല്ലേ ബുധനാഴ്ചകളിൽ. ഇനി ആ ബുധനാഴ്ചകളിൽ അത്തരം പ്രഖ്യാപനങ്ങളെല്ലാം ചില ആളുകളെ ഭയങ്കര സന്തോഷിപ്പിക്കുന്നുണ്ട്. അത്ര സന്തോഷം കൂടി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പ ഗംഭീര സന്തോഷാണ്. അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം ബുധനാഴ്ചകളിൽ കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്, അത് വിനോദവും വിജ്ഞാനവും അതിനകത്തുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട്? വിനോദവും വിജ്ഞാനവുമുള്ള ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് ആണത്രേ ബുധനാഴ്ചകളിലെ ഈ പത്രസമ്മേളനങ്ങൾ ആയിരിക്കാം. നമ്മുടെ ജഗദീഷിനെ പോലെ ആളുകൾക്ക് ഇത് ഭയങ്കര വിനോദമായിരിക്കും. വിനോദം എന്ന് പറയുമ്പോൾ തന്നെ സീരിയസ്നെസ് ഇല്ല എന്നർത്ഥം അല്ലേ? ഒരു പത്രസമ്മേളനം സീരിയസ്നെസ് വേണ്ടേ? കാര്യങ്ങൾ ഒരല്പം സീരിയസ്നെസ് വേണ്ടേ? വെറുതെ 10,000 രൂപ അവിടെ കൊടുക്കും, 10,000 രൂപ ഇവിടെ കൊടുക്കും, 300 രൂപ വെച്ചിട്ട് 2 പേർക്ക് വീതം കൊടുക്കുമെന്ന് പറഞ്ഞ പോരല്ലോ. അതെങ്ങനെ കൊടുക്കും, ഏത് ഫണ്ടിൽ നിന്ന് കൊടുക്കും, ആ ഫണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള അപേക്ഷ ഫോം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാ പറയുന്നത്. ഇതിരെ പോലും ചതിച്ചിരിക്കുന്നു. മഹാഭാഗ്യന്മാരാണോ? 2010 ഭരിച്ചു. സന്തോഷായില്ലേ? അവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. ഇവര് സർക്കാർ പൈസ എന്തെങ്കിലും തന്നിരുന്നു? ഒന്നും കിട്ടിയില്ലായിരുന്നു.